Hello dear students, welcome back. നമ്മളിന്ന് നീറ്റ് UG എൻട്രൻസുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം നീറ്റ് ഇന്ത്യ ഒട്ടാകെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോഴ്സിലേക്കും അഡ്മിഷൻ എടുക്കുന്ന എൻട്രൻസ് എക്സാമാണ്. നീറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഓൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് UGയിലേക്കുള്ള എല്ലാ അഡ്മിഷൻസിനും അതിനാണ് നീറ്റിൻ്റെ അണ്ടറിലാണ് നടക്കാറുള്ളത്. അതുകൂടാതെ BAMS, BUMS, BSMS ആയുർവേദ യുനാനി സിദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ 3 കോഴ്സുകളിലേക്ക് അതിനെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഹോമിയോ ഉണ്ട്, അതുപോലെ തന്നെ ഫാർമസി, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. BSc നഴ്സിംഗ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ കേട്ടോ. ഇതിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന നീറ്റ് എൻട്രൻസ് എക്സാമിൽ നിന്ന് ഈ മൂന്ന് കോഴ്സുകൾ ആയുർവേദ യുനാനി സിദ്ധ നെക്സ്റ്റ് അഥവാ 2024 നീറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതിന് സെപ്പറേറ്റ് എക്സാം ആയിരിക്കും. ഇതാണ് ഇൻഫർമേഷൻ. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് അറിയുന്ന കാര്യമാണ്, നീറ്റ് ഓൾ ഇന്ത്യ ലെവൽ എക്സാം നടക്കുന്നു. അതാത് സ്റ്റേറ്റുകളിലേക്ക് മെഡിക്കൽ കോളേജുകളിലെ കോട്ട 85% ആണ്. ബാക്കി 15% ഓൾ ഇന്ത്യ കോട്ട. കേരളത്തിലുള്ള അഥവാ സ്റ്റേറ്റ് കോട്ടയിലേക്ക് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. MBBS, BDS, അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകളിലേക്കൊക്കെ 13 കോഴ്സുകളിലേക്ക് കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണർ ആണ് അഡ്മിഷൻ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കുന്നത് നീറ്റിൻ്റെ സ്കോറാണ്. ഓൾ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ MBBS, BDS ഓൾ ഇന്ത്യ സീറ്റുകളിലേക്ക് 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് അഡ്മിഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റു കോഴ്സുകൾ ആയുർവേദ, ഹോമിയോ, യുനാനി പോലെയുള്ള സിദ്ധ പോലെയുള്ള മറ്റു കോഴ്സുകളിലേക്ക് ആയുഷിൻ്റെ അണ്ടറിലാണ് കൗൺസിലിംഗ് നടക്കാറുള്ളത്. ഇതിനൊക്കെ എക്സാം ഒന്ന് തന്നെയായിരുന്നു. ദാറ്റ് വാസ് ദ നീറ്റ് എൻട്രൻസ് എക്സാം. അത് നടത്തിയിരുന്നത് മറ്റാരുമല്ല, നിങ്ങൾക്ക് അറിയാം, NTA ആണ്. ഓക്കെ, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അണ്ടറിലാണ് നീറ്റ് എക്സാം നടക്കാറുള്ളത്. എഞ്ചിനീയറിംഗിന് JEE മെയിനും മെഡിക്കലിന് നീറ്റും ഒക്കെ നടത്തിയിരുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇവിടെ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ 3 കോഴ്സുകൾ ആയുർവേദ, യുനാനി, സിദ്ധ, ഈ പറയുന്നതിനെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ കാറ്റഗറിയിലാണ് വരുത്തിയിട്ടുള്ളത്. അതിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആയിരിക്കും. ആ എൻട്രൻസ് എക്സാം നടത്തുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ അണ്ടറിൽ സെപ്പറേറ്റ് എക്സാം നടത്തുന്നത് വൺസ് അഗൈൻ NTA തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ആയുർവേദ, യുനാനി, സിദ്ധ ഈ പറയുന്ന. കൂടാതെ സോവാറിഗ്ബ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് മെഡിസിൻ സിസ്റ്റം കൂടെ ഉണ്ട്. ട്രഡീഷണൽ മെഡിസിൻസ് ആണ് ഈ പറയുന്നതൊക്കെ. ഇതിലേക്കുള്ള അഡ്മിഷൻസ് ഇതിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള, അതിന് കേരളത്തിലായാലും ഓൾ ഇന്ത്യ ലെവലിലായാലും ഈ പറയുന്ന സെപ്പറേറ്റ് എക്സാമിൻ്റെ അണ്ടറിലാണ് അഡ്മിഷൻസ് വരിക. അഗെയിൻ സീറ്റ് ഡിവിഷനൊക്കെ സ്റ്റേറ്റ് കോട്ട 85%, ഓൾ ഇന്ത്യ കോട്ട 15% ഒക്കെ അതുപോലെ നിലനിൽക്കുമെങ്കിലും അതിന് പരിഗണിക്കുന്ന എൻട്രൻസ് എക്സാം നമ്മളിപ്പോൾ പറയുന്ന നീറ്റ് UG അല്ല, സെപ്പറേറ്റ് എക്സാം ആയിരിക്കും. അതിൻ്റെ പേര് കൺഫേം ആയിട്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ടോ ഒന്നും ഇല്ല. സോ നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, അതിൽ വിഷൻ മിഷനിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന ഈ കാണുന്ന ആയുർവേദ, യുനാനി, സിദ്ധ ആൻഡ് സോവാറിഗ്ബ എന്ന് പറയുന്ന 4 ട്രഡീഷണൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസിലേക്ക് അതിൻ്റെ മെഡിക്കൽ കോളേജുകളിലേക്ക്, അതിൻ്റെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് സെപ്പറേറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇതിൻ്റെ കാരണം മെൻഷൻ ചെയ്തിട്ടുള്ള വിഷയം നമുക്ക് അറിയുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് നീറ്റിൻ്റെ അണ്ടറിലാണ് എല്ലാ കോഴ്സുകളും വരുന്നത് എന്നതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച കോഴ്സ് MBBS അല്ലെങ്കിൽ BDS പോലെയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലോ അതല്ല നമുക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലോ ഒന്നും നമുക്ക് അഡ്മിഷന് സീറ്റ് ഇല്ല, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയില്ല, അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മളെ മാർക്കെങ്കിൽ സ്വാഭാവികമായിട്ടും പല സ്റ്റുഡൻസും ആയുർവേദ കോഴ്സുകളിലേക്കും ഹോമിയോ കോഴ്സുകളിലേക്കും യുനാനി, സിദ്ധ കോഴ്സുകളിലേക്കൊക്കെ പോവാറുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് അവരുടെ താല്പര്യത്തോടെ എടുത്ത കോഴ്സ് അല്ലാത്തതുകൊണ്ട് ഒരു വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയോ അതല്ലെങ്കിൽ വീണ്ടും നീറ്റ് UG എൻട്രൻസ് എക്സാം എഴുതി കുറേ കൂടെ ബെറ്റർ സ്കോർ കിട്ടി നമ്മൾ BDS, MBBS കോഴ്സുകളിലേക്ക് മാറുമ്പോൾ വൺസ് അഗെയിൻ ഈ മെഡിക്കൽ കോളേജുകളിൽ അങ്ങനെയുള്ള സീറ്റുകൾ വേക്കൻ്റ് ആയി വരികയോ ചെയ്യാം. താല്പര്യത്തോടെ അല്ലാത്തവർ ഈ കോഴ്സുകൾ എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം ഈ കോഴ്സിലേക്ക് വന്നാൽ മതി എന്നത് കൺഫേം ചെയ്യാൻ വേണ്ടി, എന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി, എൻഷുർ ചെയ്യാൻ വേണ്ടി ആണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാം നടത്തുന്നത്. നീറ്റ് 2024 UG മെഡിക്കൽ MBBS, BDS കോഴ്സുകളിലേക്ക് നടക്കുമ്പോൾ ആയുർവേദ, യുനാനി, സിദ്ധ പോലെയുള്ള കോഴ്സുകളിലേക്ക് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആയിരിക്കും. സോ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി.
NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സെയിം എക്സാം തന്നെയായിരിക്കും, NTA തന്നെയായിരിക്കും നടത്തുന്നത്. നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല. അങ്ങനെ ഒരു സെപ്പറേറ്റ് എക്സാം ഉള്ളതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ എക്സാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ട്രഡീഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിനും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.